മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഗിരിബാല സിംഗ് എന്ന ടിഷയുടെ ഭർത്തൃ മാതാവിന്റെ അറസ്റ്റ് CBI രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് മധ്യപ്രദേശ് ഹൈക്കോടതി ഗിരിബാല സിംഗിന് നൽകിയിരുന്ന മുൻകൂർ ജാമ്യം അത് പിൻവലിച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോഴെന്തായാലും CBIയുടെ നടപടി ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ ടിഷയുടെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഏകദേശം 10 ദിവസമായി ഒളിവിൽ പോയ ഭർത്താവ് സമർ സിംഗിനെ കഴിഞ്ഞ ഒരു 3 ദിവസം മുൻപാണ് കോടതിയിൽ വെച്ച് അതിനാടകമായി പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അപ്പോൾ തന്നെ ഭർത്തൃ മാധവനെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും അറസ്റ്റ് ചെയ്യണമെന്നുള്ള കാര്യം ടിഷയുടെ കുടുംബം നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് CBI ഈ കേസ് ഔദ്യോഗികമായി ഏറ്റെടുത്ത് അതിന് പിന്നാലെ തന്നെ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. ഇന്ന് രാവിലെ ഗിരിബാല സിംഗിന് സമൻസ് നൽകി ചോദ്യം ചെയ്യാൻ ഹാജരാകണമെന്നുള്ള കാര്യം ആവശ്യപ്പെട്ട് ഭോപ്പാലിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യാൻ ഗിരിബാല സിംഗ് എത്തുന്നതും ഇപ്പോൾ വൈകിട്ട് അവരെ ഔദ്യോഗികമായി അറസ്റ്റ് ചെയ്തു എന്നുള്ള കാര്യം CBI വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ ടുഷ ശർമ്മയുടെ ഭരണത്തിൽ വലിയ തോതിൽ ദുരൂഹതയുണ്ട്, അവൾ ആത്മഹത്യ ചെയ്തതല്ല എന്നുള്ള കാര്യം അടക്കമാണ് കുടുംബം കഴിഞ്ഞ കുറച്ച് ദിവസമായി ആരോപിച്ചു പോകുന്നത്. മാത്രമല്ല മധ്യപ്രദേശിൽ ഈ പറയുന്ന ഗിരിബാല സിംഗ് അവർ റിട്ടയർഡ് ജഡ്ജിയാണ്, അതുകൊണ്ട് തന്നെ വലിയ തോതിൽ സ്വാധീനമുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അന്വേഷണം മറ്റൊരു കേന്ദ്ര ഏജൻസിക്ക് കൈമാറണം എന്നുള്ള കാര്യം കുടുംബം ആവശ്യപ്പെട്ടു. ഒപ്പം തന്നെ ഈ ടുഷയുടെ മൃതദേഹം റീപോസ്റ്റ്മോർട്ടം ചെയ്യണമെന്നുള്ള കാര്യവും അവർ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ രണ്ട് കാര്യങ്ങളിലും അനുകൂലമായിട്ടുള്ള നടപടി മധ്യപ്രദേശ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായതിന് പിന്നാലെയാണ് CBIയുടെ അതിവേഗ നടപടികൾ ഉണ്ടാകുന്നത്. എന്തായാലും ഇന്നൊരു പക്ഷേ കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യത കുറവാണ്. നാളെ തന്നെ അവരെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി ഗിരിബാല സിംഗിന്റെ കസ്റ്റഡി CBI ഔദ്യോഗികമായി വാങ്ങി കൂടുതൽ നാളുകളിലേക്ക് ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുള്ള കാര്യമാണ് ഇപ്പോഴെന്തായാലും